So hello guys, welcome back. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് പ്രാങ്ക്സിനെ കുറിച്ചാണ്. പ്രാങ്ക്സ് എന്ന് പറയാൻ തന്നെ പേടി, കുറേ അവന്മാർ പ്രാങ്ക് എന്നും പറഞ്ഞ് കാണിക്കുന്നത്. അങ്ങോട്ടൊന്നും പോകണ്ട. ഈ യൂട്യൂബിൽ കുറെ അധികം ഇത്തരം ജീവികളെ ജനിപ്പിച്ചിട്ടിട്ടുണ്ട്. ഈ ബ്രീഡിൽപ്പെടുന്ന മനുഷ്യരെ നമ്മൾ പച്ച മലയാളത്തിൽ ഒരു വാക്ക് പറയും. ഇവരുടെ വീഡിയോ ഞാൻ പരമാവധി ശ്രദ്ധിച്ച് ഇടാൻ നോക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തൊക്കെയാ വരുന്നതെന്ന്. എങ്ങോട്ടാണ് പോകുന്നത്? കണ്ടോ, നമുക്കൊക്കെ പനി പിടിച്ച അധർമാഞ്ചിന് വിസ്കും തേച്ചാൽ മാറും. ഇവന് വേറെ തന്നെ ഒരു ഗ്യാസ് വേണം മാറണേ. ഇതാ പറഞ്ഞ വളരെ സൂക്ഷിച്ചേ ഞാൻ യവന്മാരുടെ വീഡിയോ ഇടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഒത്തിരി നേരം സംസാരിച്ചോണ്ട് എടാ ഡിങ്ക, നിന്നെ എന്തുവാടാ ഏൽപ്പിച്ചത്? സോറി, അവസാനം ഞാൻ തന്നെ ഇടേണ്ടി വന്നു. വീഡിയോയിലോട്ട് വാ. ആരുടെ അവിടെ പെറുന്നത്? ഇവനൊക്കെ ശരീരത്തിന്റെ ഏത് ഇടത്തേക്കൂടെ സൗണ്ട് എടുക്കുന്നത്? ആ സൗണ്ട് ആണെങ്കിൽ സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇച്ചിരി കുറച്ചിട്ടാ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എന്നിട്ടും ഇങ്ങനെ ഹൃദയാഘാതം വരും. കോൺട്രാക്ട് ഉണ്ടായിരുന്നു 5.5 സെക്കൻഡിന് ഞാൻ നിർത്തും, നീ നിർത്തും, നീ തുറക്കുമെന്ന്. ഇതാ പറ്റാത്തത്. ഇവന്മാരുടെ ഈ ചുറ്റിയെടുക്കണ ഒരു നിയമമായത്. അവന്മാര് നിങ്ങളെ പിടിച്ച് ഭിത്തിക്ക് ചേർക്കും, അവന്മാര് നിങ്ങളെ തലയടിച്ച് പൊട്ടിക്കും, അവന്മാര് നിങ്ങളെ പെടഞ്ഞു പിടിച്ചിരിക്കും. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ക്യാമറ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ്. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇന്നലെയായിരുന്നു ഫസ്റ്റ് ക്രൈ. ഇന്നലെ അങ്ങോട്ട് ഭൂമിയിൽ ലാൻഡ് ചെയ്തതേ ഉള്ളു. ഇന്നലെ കേക്കിനെ ആക്രമിച്ചതേ ഉള്ളു. ഒന്നും അറിയാത്ത പിള്ളേരാ ഞങ്ങൾ. ഞങ്ങൾ ആരും കണ്ടില്ല നിറ പുഞ്ചിരിയോട് ഓടുന്നത്. എടാ, ഉഗാണ്ടയിലെ ദേശീയ കഴുതേ, ആക്ടിങ് വേണം. ആക്ടിങ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇന്നലെ ആയിരുന്നു ഇവന്മാരുടെ ഫസ്റ്റ് ക്രൈയും ലാൻഡിങ്ങും പറന്ന് നടന്നതും ഒക്കെ. അതുകൊണ്ട് ക്ഷമിക്കാം. എന്നാലും ആക്ടിങ് അറിയണം. ആക്ടിങ് ഇത് എവിടുത്തെ പ്രാങ്കാടാവോ? ഒരു കവർ കൊണ്ടുപോയി ഛർദ്ദിക്കാനായിരുന്നു. ഏറ്റവും വലിയ കോമഡി ഇതൊന്നുമല്ല, ഇതുപോലത്തെ കോഴിമയുള്ള വീഡിയോയുടെ വ്യൂസാ സഹിക്കാൻ പറ്റാത്തത്. 10 കോടി വ്യൂസോ? ഒരു 10 സെക്കൻഡത്തേക്കിന് ഞാൻ ടിക്ടോക്കർ ആവുകയാണ്. ഏതേലും ഒരു വീഡിയോയ്ക്ക് ഒരു 10 മില്യൺ വ്യൂസ് കിട്ടിയിരുന്ന ഈ പിഞ്ചു മനസ്സിന് ഒരു ആനന്ദമായനെ. ഇന്നേ വരെ നമുക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. എടാ ഡിങ്ക, പിന്നെ ലൈറ്റ് പോയടാ. മസാജ് പ്രാങ്ക് ഓൺ എക്സ്ട്രീംലി റോങ്. പ്രാങ്ക് ഓൺ റോങ്. കൗസർ ഖാൻ. ഓഹ്, ഖാൻ എന്ന് പറയുന്ന പേരിന്റെ പുറകെ പിടിച്ചിരിക്കുന്ന പേരിന് ഒരു ചീത്ത പേരായി. ആ പോട്ടെ, വീഡിയോ കാണാം. ഓ, ഈ ചീവീടാണോ നമ്മുടെ പ്രാങ്ക്സ്റ്റർ? ഈ മണ്ടൻ തന്നെ നായകൻ. ഓ, ഒരുത്തൻ നടന്നു വന്ന്. എവിടാടാ നോക്കുന്നത്? ഇവരെയൊന്നും അടുത്ത് പോലും ഇരുത്തരുത്. ഓ, അവനൊരു മസാജ് പാർലർ ഉണ്ടെന്ന്. അതിനെന്നോട്ടാടാ നീ മൊബൈൽ മസാജ് തുടങ്ങിയത് ഇറങ്ങി വന്നുണ്ടാക്കാൻ? എന്തായാലും ഇവന്മാര് ചെയ്യുന്ന എല്ലാ സ്ക്രിപ്റ്റഡ് പ്രാങ്ക്. ശരിക്കുള്ള ആൾക്കാരൊക്കെ ഇടയ്ക്ക് നിന്ന് ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവന്മാര് ഇവന്റെ മകുടം തല്ലി ഓടിക്കും. ഇവിടെ കാണാൻ വന്ന് ഇവന്മാർ ഇതൊക്കെ കാണിച്ചാൽ വേറെ അപ്പില്ല, തലയടിച്ച് ഓടിക്കും. पक्का ठीक है, उधर बैठ जाओ, थोड़ा खिसक के बैठ जाओ,
बैग मेरा। പ്രാങ്ക് അല്ലേ? അല്ലേ? कोई दिक्कत नहीं, यहाँ से कर तो बैठ जाओ, ऐसे बैठ जाओ, बढ़िया मसाज होगी। अरे दोनों पैर रख दो ना ऐसे। ഇവനെ പോലെ ഒരു വാണം വന്ന് അടുത്തിരുന്ന് മുത്തു ഒഴിക്കാനായിട്ട് അണ്ണാക്ക് തുറക്കുന്നതിന് മുമ്പ് അണ്ണാക്ക് ഡീസൽ ഒഴിക്കണം. പ്രാങ്കാന്ന് പോലും പ്രാങ്ക്. കൊച്ചു പിള്ളേരൊക്കെ കാണുന്നേ യൂട്യൂബ്. കൊച്ചു പിള്ളേർ ഭയങ്കര ഗുണമാ. ഓരോ ഇത്ര ഉള്ളത് കാണിക്കുന്നതൊക്കെ കാണണം. എന്താ പാടാ ഇതൊക്കെ? 5 മിനിറ്റത്തേക്കിന് ഒന്നുകൂടെ ടിക്ടോക്കർ ആവുകയാണ്. ക്ഷമിക്കണേ, നമ്മൾ കണ്ടതല്ല ലോകം. ഈ വധൂരി ഇതേത് ലോകത്താ? എടാ ഡിങ്ക, ലൈറ്റ് പിന്നെയും പോടാ. നിന്നെ ഒരു സാധനം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം നടക്കത്തില്ലല്ലോ. ഞാൻ പേടിച്ചു പോയി. ആക്ടിങ് ആയിരുന്നോ? ഒരുത്തൻ ആക്ടിങ് തീരെ പോരായിരുന്നു. ഇവിടെ ആണെങ്കിൽ ആക്ടിങ് കൂടി കിടക്കുക. കുറച്ചെടുത്ത് കളയടാ. दिस इज सुमित कुलबे। दोस्तों आज मैं आ गया हूं फिर से एक न्यू वीडियो के साथ। दोस्तों आज की जो वीडियो है ना, ഇവനെ വേണ്ട, ഇവനെ എടുത്തോണ്ട് പോ. കൊണ്ടുപോയി ഇവനെയൊക്കെ. പേടിപ്പിക്കാനായിട്ട് കുറെ അമ്മമാരെ ഇറങ്ങും. देख मेरी बात सुन, ध्यान से सुन। मैं तुझसे बहुत प्यार करता हूँ यार, अभी भी। तू पागल है? सच में यार। ഇവന്റെ കഥ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഞാൻ ഇച്ചിരി ദുഃഖിതനാവണം. ഇവൻ ഇവളെ അഗാധമായിട്ട് പ്രേമിക്കണം. അങ്ങനെ ആ വീഡിയോയില് സത്യം പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല. 50 രൂപ തരാം, യൂട്യൂബിലിടാ, സിനിമയൊക്കെ ഫേമസ് ആക്കാമെന്നൊക്കെ പറഞ്ഞോണ്ട് കൊണ്ട് നിർത്തിയേക്കുക. അപ്പൊ അവൻ അങ്ങനെ അവളോട് ഇഷ്ടമാന്ന് പറയും. അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ഇവൻ ആ ട്രെയിൻ പാളത്തിൽ കിടന്ന് ട്രെയിൻ കേറി മരിക്കും. എന്തോ കോപ്പിലെ കഥയാടാ കോപ്പ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്തായാലും അവൻ ട്രെയിൻ കേറി മരിക്കും എന്നുള്ള പ്രാങ്കിനാ പോകുന്നത്. അത്രയൊന്നും പോകത്തില്ല. അതിന് മുമ്പ് നിന്നെ ആരെങ്കിലും തല്ലിക്കൊല്ലും. बस पता ही ना यार, मैं दुखी होगा यार, दुखी होगा। लड़ाई हुई है तुम लोगों की? ഇവനാണ് ട്രെയിൻ ഇടിച്ച് ചാവാൻ പോകുന്നത്. ഇവനെ കണ്ടറിയും. ഇവന് രാത്രി മുള്ളാൻ പോണേ അപ്പുറത്തും ഇപ്പുറത്തും ആള് വേണം. അല്ലെ ഇവൻ അടുത്ത തെക്കൻ കാറ്റിന് തീരും. അവനാ ട്രെയിനിൽ ചാടി ചാവാൻ പോകുന്നത്. ആരാ यार आए दिन लड़ाई हो रही है हमारी। कोई बात नहीं, घर पे चल के बात कर। चल अंजलि घर नहीं जा सकता यार, प्लीज देख प्लीज। എന്തുവാടാ तूने मेरे को पहले भी सहारा दिया था ना यार, प्लीज अब भी देते यार। घर चल ഓ के बात। ഓ ഓ ഓ ഇവിടെ നമ്മുടെ നായകൻ കാണിച്ചോ? നീയല്ല, മാരയില്ലടാ അങ്ങോട്ട്. ദ റിയൽ ഹീറോ. ഇവിടെ രണ്ടുപേര് കുടുംബ പ്രശ്നം അഭിനയിക്കുന്ന, അവിടെ ഒരാള് കുറ്റിവീടി വലിക്കുന്നു. കുറ്റിവീടി OP. ट्रेन आ रही है, इधर आओ। ओए पागल है क्या? ट्रेन आ रही है। പെണ്ണിന് കൊടുത്ത 50 രൂപയല്ല, അതിനുള്ള ആക്ടിങ് ഒക്കെ അവള് കാണിക്കത്തുള്ളൂ. ഇടക്കിടക്ക് ചിരിയൊക്കെ വരും. കാരണം 50 രൂപയല്ലേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ അവിടെ കൂട്ടത്തില്ല. 50 രൂപയ്ക്കുള്ള അവള് കാണിച്ചിട്ടുണ്ട്. मैं मर जाऊंगा, बोल बनेगी? नहीं बनेगी गर्लफ्रेंड, नहीं बनेगी। देख ट्रेन आ रही है, देख अभी भी देख, बोल बनेगी या അവിടെ നമ്മുടെ പുള്ളി നോക്കിയിരിക്കുക. ഏതാടാ ഈ നായ്ക്കള്? ट्रेन आ रही है, देख अभी भी देख, बोल बनेगी या ഇവനെ ഇനി ആരാ ഈ വീഡിയോയിൽ പിടിച്ച് നിർത്തിയേക്കുന്നത്? 50 രൂപ ഒന്നും അല്ല. ഇവനെ ഏതാണ്ട് 30 രൂപയ്ക്ക് 20 രൂപയ്ക്ക് സെറ്റ് ആക്കിയത്. അതിനുള്ളതൊക്കെ കാണിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഇവന്മാരെ ഒന്ന് കുറെ നാൾ തുറന്നു വിടല്ലേ. ഫോറസ്റ്റുകാരായി പിടിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ തുറന്നു വിട്ടന്മാരൊന്നും കുറെ നാൾ ജീവിച്ചിരിക്കത്തില്ല. ആരും തല്ലിക്കൊല്ലും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പുറത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഞെക്കിട്ട് ബെല്ല് ഓളിൽ ഇടണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നേരം നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി എന്തുവാ, ഒന്നുമില്ല. ഇന്ന് ലൈക്ക് ചെയ്യാതെ എന്തായാലും പോരുത്. ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ജസ്റ്റ് 1 സെക്കൻഡത്തെ കാര്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കമൻറ്റും കൂടെ നിങ്ങളുടെ ഫേവറേറ്റ് പാർട്ട് കമൻറ്റ് അടിച്ചേക്കുക. ലൈക്ക് ചെയ്താൽ എനിക്കൊരു എന്തുവാ പറയണ്ട, ഒരു മോട്ടിവേഷൻ ആവും. അപ്പോൾ ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോഴത്തേക്കിന് ടാറ്റ.